വഖഫ് വിഷയത്തിൽ ക്രൈസ്തവരെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തുകയാണ് കോൺഗ്രസ്. പാർലമെന്റിൽ വഖഫ് ബിൽ പാസ്സായതിനു ശേഷവും വഖഫ് ഭേദഗതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി. ലീഗിനൊപ്പം ചേർന്നും അല്ലാതെയും ഈ വിഷയത്തിൽ നിയമപരമായ നടപടികൾക്കാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി കോൺഗ്രസിന് പിന്നിൽ അടിയുറച്ചു നിന്നവരാണ്, കോൺഗ്രസിന് പിന്നിൽ നട്ടെല്ല് പോലെ നിവർന്നു നിന്നവരാണ് കേരളത്തിലെ കത്തോലിക്ക സമുദായക്കാർ. എന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ആ കത്തോലിക്ക സമുദായത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് കേരളത്തിലെ അടക്കം രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി. ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് കൂറ് ലീഗിനോട് മാത്രമേ ഉള്ളൂ. ലീഗ് എന്തു പറയുന്നു അതിനപ്പുറം കേരളത്തിലെ കോൺഗ്രസ് പോകില്ല, രാജ്യത്തെ കോൺഗ്രസ് പോകില്ല. ഈ വിഷയം വിവാദമാകുന്ന ഘട്ടത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധി പാണക്കാടേക്ക് എത്തിയത് തന്നെ ലീഗിന് ഇക്കാര്യത്തിലുള്ള പിന്തുണ അറിയിക്കാൻ വേണ്ടിയാണ്. ലീഗിനെ കോൺഗ്രസ് ഇത്രത്തോളം ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ലീഗിനെ ഇത്രത്തോളം കോൺഗ്രസ് ഭയന്ന് കൂടെ ചേർന്ന് നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, നെഹ്റു കുടുംബത്തിലെ ഇളം തലമുറക്കാർക്ക് എന്നെങ്കിലും പാർലമെന്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാനത്തെത്തണമെങ്കിൽ കേരളം കനിയണം, ലീഗ് കനിയണം. പ്രിയങ്കയുടെ മക്കൾക്ക്, സോണിയാഗാന്ധിയുടെ കൊച്ചുമക്കൾക്ക് MP ആകണമെങ്കിൽ ഈ ഒരു കൊച്ചു കേരളം മാത്രമേ തുരുത്തായുള്ളൂ. ഈ കൊച്ചു കേരളത്തിൽ ലീഗിന്റെ കോട്ടകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് മാത്രമേ കോൺഗ്രസ് ചിഹ്നത്തിൽ, UDF ചിഹ്നത്തിൽ സോണിയാഗാന്ധിയുടെ കൊച്ചുമക്കൾക്ക് ഇനി പാർലമെന്റിലേക്ക് എത്താൻ പറ്റൂ. ഇതാണ് യാഥാർത്ഥ്യം. പ്രിയങ്ക ഗാന്ധി മത്സരിച്ചത് വയനാട്ടിലാണ്. എന്തുകൊണ്ട്? രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു സ്ഥാനത്ത് മത്സരിച്ചാൽ, മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ പരാജയപ്പെടുമെന്നുള്ള ഭീതി ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇതിന് തൊട്ടു മുൻപ് അമേഠിയിലും വയനാട്ടിലും മത്സരിച്ചതാണല്ലോ രാഹുൽ ഗാന്ധി. അമേഠിയിൽ 8 നിലയിൽ പൊട്ടി. അപ്പോൾ കൈവിടാത്തത് വയനാടാണ്. വയനാട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മത്സരിക്കാനുള്ള ധൈര്യം കാണിക്കുന്നത്? ലീഗിന്റെ വോട്ട് ബാങ്കാണ്, ലീഗിന്റെ കോട്ടയാണ്. അങ്ങനെ ലീഗിന്റെ വോട്ട് കിട്ടിയാൽ മാത്രമേ ഇന്ത്യയിൽ, കേരളത്തിൽ നെഹ്റു കുടുംബത്തിലെ ഒരാൾക്ക് ജയിക്കാൻ കഴിയൂ, ആത്മവിശ്വാസത്തോടെ മത്സരിക്കാൻ കഴിയൂ. ഇതുകൊണ്ടാണ് ലീഗിനെ കൈവിടാതെ ചേർത്തു പിടിച്ച്, ലീഗിന്റെ കാലുകൾ പിടിച്ച് ഈ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ നിൽക്കുന്നത്. മതേതരത്വം നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുന്നവരാണ്, മതേതരം പുഴുങ്ങി തിന്നുന്നവരെന്നാണ് പറഞ്ഞു നടക്കുന്നത്. എന്നിട്ട് ഈ വിഷയത്തിൽ എവിടെയാണ് അവരുടെ മതേതര നിലപാട്? വഖഫിലെ കാടൻ നിയമങ്ങൾ, വഖഫിലെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചില നിയമങ്ങൾ, അവ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ഏത് ഭൂമിയും വഖഫ് പറഞ്ഞാൽ വഖഫ് ഭൂമിയായി മാറുന്ന കാടൻ നിയമം, വഖഫ് ട്രിബ്യൂണൽ അവസാന വാക്ക്, അതിനു മുകളിൽ സുപ്രീം കോടതി പോലും ഇല്ല. അങ്ങനെ ആരുടെ വസ്തുവിന്മേലും വഖഫ് എന്ന് മുദ്ര കുത്താനുള്ള ആ തെമ്മാടിത്തത്തിനെ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ആ പരിഷ്കാരമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഈ പരിഷ്കാരങ്ങളിൽ പോലും 5 എണ്ണത്തിനോട് അനുകൂലിച്ചാൽ മതി, ബാക്കിയുള്ളതിൽ നിങ്ങളുടെ നിലപാട് നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് കേരളത്തിലെ 19 MP-മാരോട് കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയും കേരളത്തിലെ കത്തോലിക്കരും കൈകൂപ്പി പറഞ്ഞതാണ്. എന്നിട്ട് എവിടെയാണ് അവർ സ്വീകരിച്ച നിലപാട്? എന്താണ് അവർ സ്വീകരിച്ച നിലപാട്? മുനമ്പം വിഷയത്തിൽ കത്തോലിക്ക സഭകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. മുനമ്പം വിഷയം BJP രാഷ്ട്രീയപരമായി ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത്. മുനമ്പം വിഷയത്തിൽ BJP ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു, നട്ടെല്ല് നിവർത്തി അവർ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ മുനമ്പത്ത് ജനങ്ങൾ BJPക്ക് ഒപ്പം നിന്നു. കോൺഗ്രസും CPM ആവട്ടെ അവിടെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത അഴകുഴപ്പൻ സമീപമാണ് സ്വീകരിച്ചത്. ഈ സമരപന്തലിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ സമരപന്തലിലെത്തി, പിന്തുണ കൊടുത്തോ എന്ന് ചോദിച്ചാൽ പിന്തുണ കൊടുത്തു. ആ സമരപന്തലിലെത്തി പിന്തുണ കൊടുത്ത ശേഷം പുറത്തിറങ്ങിയിട്ട് എന്താണ് ചെയ്തത്? നേരെ പോയത് ലീഗിന്റെ കോട്ടയിലേക്കാണ്. ലീഗുമായി ചേർന്ന് ചങ്ങാത്തം കൂടി ഒറ്റക്കെട്ടായി വഖഫ് നിയമ ഭേദഗതിയെ ഞങ്ങൾ എതിർക്കുന്നു, വഖഫ് നിയമ ഭേദഗതി രാജ്യത്ത് നടപ്പാക്കാൻ സമ്മതിക്കില്ല, വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കും, മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ കൂടെ നിർത്തണം, മുസ്ലിം വോട്ട് ബാങ്കിനെ അന്ധമായി പ്രീണിപ്പിക്കണം. രാജ്യത്തെ ഭൂരിപക്ഷ സമുദായങ്ങൾ എങ്ങനെ പോയാലും കോൺഗ്രസിനൊന്നുമില്ല, രാജ്യത്തെ ക്രൈസ്തവർ തുലഞ്ഞു പോയാലും കോൺഗ്രസിന് പ്രശ്നമില്ല. രാജ്യത്തെ മുസ്ലിം വോട്ട് ബാങ്കിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും കണ്ണുള്ളത്.
കഴിഞ്ഞ കാലങ്ങളിൽ ഈ കോൺഗ്രസിന് പിന്നിൽ ഉറച്ചു നിന്ന ഒരു വിഭാഗമാണ്, ഒരു സാമുദായിക വിഭാഗമാണ് ക്രൈസ്തവർ. എന്തിനേറെ പറയുന്നു, മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിന്റെ നട്ടെല്ല് തന്നെ ക്രൈസ്തവരായിരുന്നു. കോൺഗ്രസിന് പിന്നിൽ ഉറച്ചു നിന്നു. ഒരിക്കൽ UDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന് പിന്നിൽ ഉറച്ചു നിന്നു. ആ കേരള കോൺഗ്രസിന്റെ നേതാവ് ജോസ് കെ മാണി ഇപ്പോൾ ചെയ്തതോ ഏറ്റവും വൃത്തികെട്ട സമീപനമാണ്. 2 ഭേദഗതിയെ മാത്രം അംഗീകരിച്ചിട്ട് അവിടെയും നിന്നില്ല, ഇവിടെയും നിന്നില്ല. അപ്പോൾ ഈ ജോസ് കെ മാണി അടക്കമുള്ള പാർട്ടികളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കത്തോലിക്ക വോട്ട് ബാങ്കുകളാണ്. ആ കത്തോലിക്ക വോട്ട് ബാങ്കുകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ. ഇത്രയും കാലം അടിമകളെപ്പോലെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചും കൊടി പിടിച്ചും വോട്ട് കുത്തിയും ഇവരെ വിജയിപ്പിച്ച് അധികാര സ്ഥാനങ്ങളിൽ ഇരുത്തിയ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. നിങ്ങൾക്ക് ഈ കേരളത്തിൽ എന്ത് നിലയും വിലയുമാണുള്ളത്? ഒരു കാലത്ത് കേരളത്തിലെ നിർണായക സ്വാധീന ശക്തിയായിരുന്നു ക്രൈസ്തവർ. കേരളത്തിലെ രാഷ്ട്രീയം എങ്ങോട്ട് തിരിയണമെന്നും കേരളം ആര് ഭരിക്കണമെന്നും തീരുമാനിക്കാനുള്ള ഒരു വിൽ പവർ ഉണ്ടായിരുന്ന ഒരു സമുദായം. ആ സമുദായത്തിന്റെ ഇന്നത്തെ അവസ്ഥ എവിടെ എത്തിയിരിക്കുന്നു? ഇന്ന് ആർക്കും വേണ്ടാത്ത ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇടതൻ തട്ടി വലത്തോട്ടിടുന്നു, വലതുപക്ഷം തട്ടി ഇടത്തോട്ടിടുന്നു. അങ്ങനെ ഇടതിനും വലതിനും തട്ടിക്കളിക്കാനുള്ളൊരു പന്ത് മാത്രമായി കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾ, ക്രിസ്ത്യൻ സമുദായം മാറി. ഇനി ഇത് തിരിച്ചറിയേണ്ടത് ക്രിസ്ത്യാനികൾ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി, പക്ഷെ ക്രിസ്ത്യാനികൾക്ക് മാത്രം ഈ കാര്യം പിടികിട്ടിയിട്ടില്ല. അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ അന്തസ്സായി ജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുനമ്പം ഒരു പാഠം മാത്രമാണ്. നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് തന്നെ ഓടി ഒളിക്കേണ്ടി വരും. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് തിരിച്ചറിയേണ്ട കാര്യമാണ്. അധികാരം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതുവരെ പറഞ്ഞ നിലപാടുകളൊക്കെ മാറ്റിക്കൊണ്ട് മെത്രാന്മാരും പള്ളിയിലെ പിതാക്കന്മാരുമൊക്കെ രാഷ്ട്രീയപരമായ ഒരു നിലപാട് പറയും. അപ്പോൾ ക്രിസ്ത്യാനികളെല്ലാം തന്നെ ഇടയലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പോയി വോട്ട് കുത്തും. അങ്ങനെ കേരളത്തിൽ ഇടതും വലതും മാറി മാറി ഭരണത്തിൽ വന്നു. ഇപ്പോൾ മെത്രാനെ പോലും തെറി വിളിക്കുന്ന, മെത്രാനെ പോലും അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. മുനമ്പത്ത് 167 ദിവസമായി ആളുകൾ ഉപവാസം ഇരിക്കുന്നു, സമരം നടത്തുന്നു. എന്നിട്ട് അതിനെ കാണാൻ കേരളത്തിലെ ഇടതുപക്ഷമോ ഇല്ല, വലതുപക്ഷമോ ഇല്ല. അങ്ങ് പാലസ്തീനിൽ, അങ്ങ് ഗാസയിൽ ഇസ്രായേൽ കയറി പണിയുമ്പോഴാണ് പാലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പാർട്ടി കോൺഗ്രസിൽ ഇങ്ങനെ വേഷം കെട്ടുന്നതും പാർട്ടി കോൺഗ്രസിൽ മുദ്രാവാക്യം വിളിക്കുന്നതും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതും. 50,000 കിലോമീറ്റർ അകലെ ഏതോ ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യത്തിൽ അത്രത്തോളം ഉത്കണ്ഠയാണ്. എന്നാൽ സ്വന്തം മൂക്കിൻ തുമ്പിൽ, സ്വന്തം സംസ്ഥാനത്ത് നൂറുകണക്കിന് ആളുകൾ ഭവനരഹിതരാവാൻ പോകുന്നതിന്റെ വേദനയിൽ അവർ രാപ്പകൽ സമരം നടത്തിയിട്ട് ആ സമരം കാണാൻ കേരളത്തിലെ ഭരണകൂടത്തിന് കണ്ണില്ല. ആ സമരം കാണാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കണ്ണില്ല. ആശാവർക്കർമാരുടെ സമരം കാണാൻ കേരളത്തിലെ ഭരണകൂടത്തിനോ കേരളത്തിലെ മുഖ്യനോ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കോ സമയമില്ല, കണ്ണില്ല. ഇതാണ് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ മുന്നണികളുടെ ഇരട്ടത്താപ്പ് നയം. ഈ ഇരട്ടത്താപ്പ് നയം തിരിച്ചറിയാൻ ഇനിയെങ്കിലും കേരളത്തിലെ ക്രൈസ്തവർ തയ്യാറാകണം. നിങ്ങളെ രക്ഷിക്കാൻ ഈ 2 മുന്നണികളും രംഗത്ത് വരില്ല എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. എവിടെയാണ് ക്രൈസ്തവർക്ക് ഒരു നീതി ഈ 2 ഭരണകൂടങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്? ഇവിടെ പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന, പതിറ്റാണ്ടുകളായി കഴിയുന്ന, ജനിച്ച മണ്ണ് നഷ്ടപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ വേദനയിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ തെരുവുകളിൽ സമരം ചെയ്യുകയാണ്. ആ കുടുംബത്തോടാണോ നീതി കാണിക്കേണ്ടത്, അതോ മത സ്ഥാപനങ്ങളോടാണോ നീതി കാണിക്കേണ്ടത്? വമ്പിച്ച സ്വത്ത് വാരിക്കൂട്ടാൻ വെമ്പുന്ന മതസ്ഥാപനങ്ങളെ അന്ധമായി പിന്തുണയ്ക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ട ജനതയുടെ കണ്ണീരിനെ കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചിന്തിക്കാത്തത് എന്താണ്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ മുന്നണി എന്ന തട്ടിക്കൂട്ട് മുന്നണി, വിദേശങ്ങളിൽ നിന്നുള്ള പണമിറക്കി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന മുന്നണി സഖ്യങ്ങൾ, കേരളത്തിലാകട്ടെ രാജ്യത്താകട്ടെ എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്തിപ്പെടാൻ പാടുപെടുന്ന രാഹുൽ ഗാന്ധി, നെഹ്റു കുടുംബത്തിൽ നിന്ന് പിറക്കും തലമുറകളെ പാർലമെന്റിൽ എത്തിക്കാൻ വ്യാമോഹിക്കുന്ന നെഹ്റു കുടുംബം. അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അധികാരത്തിന് വേണ്ടി ആരുടെ കാലു നക്കാനും ആരെ കൂട്ടുപിടിക്കാനും 7 തീവ്രവാദികൾക്കൊപ്പം ചേരാനും എങ്ങനെ നടക്കാനും രാജ്യത്തെ കോൺഗ്രസ് തയ്യാറാകുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. മുനമ്പം വിഷയവും വഖഫ് വിഷയവും കോൺഗ്രസിന്റെ ചതിയുടെ ഇരട്ടത്താപ്പ് നയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ്.